ഹലോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഒരാൾ ഇവരിപ്പോൾ വെള്ളത്തിൽ കിടക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് എണീച്ചതാണ്. എന്താ ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട്. തണുപ്പിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ പോത്തിൻ്റെ തീറ്റ എടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നത്തിന് പരിഹാരമൊക്കെ ആയിട്ടാണ് ഞാൻ ഈ വരുന്നത് ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ചിലർ ചോദിക്കും പോത്തിന് തീറ്റ ഭയങ്കര കുറവാണ്, വെള്ളം കൂടി കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ഇങ്ങനെ നമുക്ക് ഫോൺ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന മരുന്നുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കലുണ്ട്. അപ്പോൾ ഇതാണ് സാധനം. ഇത് 20-15 വില ഉണ്ട്. ഈ സാധനം വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ കൊടുക്കുക. പിന്നെ വെള്ളത്തിൽ കലക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുടിക്കണ ഒരു ചെറിയ 7up ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, അതിൽ ഈ പൊടി ഇട്ടിട്ട് കലക്കിയിട്ട് കൊടുക്കുക. പിന്നെ മാത്രമല്ല ഇത് ചെറിയൊരു കയ്പും ചമർപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് പോത്തുകൾ കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ അണപ്പാകത്ത് കൂടെ നാവ് പിടിച്ചിട്ട് കുപ്പിയിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 2-3-4 ദിവസങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പോത്തിൻ്റെ തീറ്റയും കാര്യങ്ങളും പോത്ത് ഇറച്ചി കയറിയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് മരുന്ന്. നിങ്ങൾ എല്ലാം കണ്ടോളി. ഈ സാധനം കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ വലിയ ഒരു ഇത് വരുന്നുണ്ട്, വലിയ പാക്കറ്റായിട്ട്. അതിന് 80 റുപ്യ വില വരുന്നതാണ്. അതും ഇതേപോലത്തെ ഒരു പൊടി തന്നെയാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ വരട ഗുളിക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ ചൂട് കാരണം കൊടുക്കേണ്ടതില്ല. അങ്ങനെ ഈ ചൂടത്ത് വരട ഗുളിക കൊടുക്കുമ്പോൾ നല്ല വെള്ളത്തിലിട്ടക്കണം. അപ്പോൾ ഈ ചൂട് കാരണം വരട ഗുളിക ഈ ടൈമിൽ പോത്തിന് കൊടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതാണ് മീനെണ്ണ. ഈ മീനെണ്ണ എന്ന് പറയുന്ന സംഗതിയാണിത്. ഇത് നമ്മൾ തവിടൊക്കെ കൊടുക്കുമല്ലോ പോത്തിന്. അപ്പോൾ അതിൽ ഒരു 2 അടപ്പ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ മൂടിയിൽ 2 അടപ്പോ 2.5 അടപ്പോ കൊടുക്കുക മീനെണ്ണ. ഇതും പോത്തിന് ഗുണകരമായി മാറുന്ന ഒരു സംഗതി തന്നെ. പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ ഇത് കാൽസ്യത്തിനുള്ള കുറവ് കാരണം വരുമ്പോൾ, കാൽസ്യത്തിൻ്റെ കുറവ് കാരണം എന്ന് പറഞ്ഞാൽ പോത്തിന് വിതല്ലാതാവും. അത് പോത്തിന് കൊടുക്കുന്ന കാര്യമല്ല പറഞ്ഞു. പോത്തും കുട്ടികളുണ്ട്, ചെറിയ പോത്തും കുട്ടികൾ. അപ്പോൾ അവർക്ക് കൊടുക്കണ ഒരു പൊടിയാണിത്. വലിയ പോത്തിനും കൊടുക്കുക. വലിയ പോത്തിന് കാൽസ്യത്തിൻ്റെ കുറവ് ഒരുവിധം വലിയ പോത്തുകൾക്ക് ഉണ്ടാവലില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതും അവർക്ക് കൊടുക്കുക. കാൽസ്യത്തിൻ്റെ പൊടിയും കാര്യങ്ങളാണിത്. ഇതാണ് ഇങ്ങനെ ഒരു റോസ് പൊടി പോലെയാണ് വരിക. ഇതാണ് കാൽസ്യത്തിൻ്റെ പൊടി. അപ്പോൾ ഇത് ചെറിയ പോത്തും കുട്ടികൾക്ക് വിതല്ലാതെ നിൽക്കുന്ന പോത്തും കുട്ടികൾക്ക് കൊടുക്കണ ഒരു സംഗതിയാണ്. അപ്പോൾ ഈ 3 മരുന്ന് പിന്നെ തീറ്റ എടുക്കാനും, ഇത് ഒന്ന് കാൽസ്യത്തിൻ്റെയും ഒന്ന് മീനെണ്ണയും അങ്ങനെ കൊടുക്കട്ടാ. പിന്നെ അടുത്തത് പിന്നെ മുറിയും കാര്യങ്ങളൊക്കെ വരും പോത്തിന് മുറിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ പുഴുക്കളുണ്ടാവും ഈ മുറിയുടെ ഉള്ളിൽ പുഴുക്കൾ. അപ്പോൾ ഇതേപോലത്തെ പറഞ്ഞാൽ അതിൻ്റെ ചെറുതായാലും മതി. ഇതിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് സിറിഞ്ചിൽ കുറച്ച് വലിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ കൊടുക്കരുത്. യൂക്കാലീസ് ആകുമ്പോൾ ഭയങ്കര പൊള്ളും. അപ്പോൾ ഇത്ര പോരം ഈ സിറിഞ്ചിയുടെ ഇത്ര പോരം ഈ യൂക്കാലീസ് പുഴു വന്നാൽ മാത്രം, മുറിക്ക് അകത്ത് പുഴു വന്നാൽ മാത്രം ഇതേപോലത്തെ യൂക്കാലീസ് ഉണ്ട്. ഈ യൂക്കാലീസിൽ നിന്ന് കുറച്ചെടുത്തിട്ട് സിറിഞ്ചിൽ കയറ്റിയിട്ട് ആ മുറിയുടെ ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ വല്ലാണ്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് മനസ്സിലായിട്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് പറട്ടി കൊടുക്കാൻ എത്രയും പെട്ടെന്ന് മുറി ഉണങ്ങാനുള്ള സംഗതിയാണിത്. അയമാക്സിൻ്റെ അയമാക്സ് ഓയിൽമെൻറ്റ് എന്ന് പറയും. ഇതും പാടെ പറട്ടി കൊടുത്തു കഴിഞ്ഞാൽ മുറിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ നമ്മളെ ഒരു പോത്തിൻ്റെ മൂക്ക് ഒന്നാകെ അങ്ങോട്ട് പൊളിഞ്ഞിട്ട് 2 വിരലിങ്ങനെ മൂക്കിലേക്ക് കയറും. മൂക്ക് പറഞ്ഞാൽ മൂക്കിൻ്റെ ഈ ഭാഗത്തായിട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് അതിനെ വിറ്റ് ഒഴിവാക്കിക്കളെ, അത് ചാവുന്നു. അപ്പം നമ്മളെ ഒരു പരിശ്രമം മരുന്ന് യൂക്കാലീസൊക്കെ അടിച്ചിട്ട് ആ മുറിവും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റി. അപ്പോൾ ഈ ഒരു എൽമെൻറ്റ് അതിന് നല്ല ഫലം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിനെ പറ്റിയിട്ട് വലിയ അറിവുള്ള ആളല്ല. ഞാൻ വർഷങ്ങളായിട്ട് പോത്തിനെ വളർത്തണവും മുറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പോത്തുകളുടെയൊക്കെ മുറി ഉണക്കിയ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് നമ്മൾ പറയാണ്. അപ്പോൾ ഇതാണ് അയമാക്സിൻ്റെ ഓയിൽമെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് പറയാനുള്ളത്. ചിലവരിങ്ങനെ ചോദിക്കുമ്പോൾ പറയാം. പിന്നെ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പനിയുടെ ഗുളിക കൊടുക്കണം. വരട ഗുളികയാണ് ഇത്. 1500 വരട ഗുളികയാണിത്. ഇതെന്തായാലും ഈ ചൂട് കാലത്ത് കൊടുക്കേണ്ടതില്ല. മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് മാസം ഓരോ വരട ഗുളിക കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയാണ്
നമ്മളെ കാര്യങ്ങളൊക്കെ പോണ്. പോത്തിൻ്റെ വീഡിയോ ആണ് കൂടുതൽ നമ്മൾ ഈ പിന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഇടൽ. പിന്നെ ചില ആൾക്കാർ ഈ പൂളപ്പൊടി കൊടുക്കലുണ്ട്. പൂളപ്പൊടി നമ്മളിന്ന് വരെ പോത്തിന് കൊടുത്തിട്ടില്ല. അത് ചൂടാണ്. ചൂട് കാരണം പൂളപ്പൊടി കൊടുക്കുമ്പോഴും പോത്തിനൊരു പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം ഇനി നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം, എങ്ങനെയൊക്കെ അറിയേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയറും ചെയ്ത് വിട്ടാളി. അപ്പോൾ ഗുഡ് ബൈ, ലെറ്റ്സ് ഗോ ദ വീഡിയോ.